തേനീച്ചപ്പട വേറെ എവിടേക്കോ താമസം മാറ്റിയിട്ടോ. ഇപ്പം ഞാൻ തീ കൂട്ടിയപ്പോൾ പറക്കണമെന്നില്ല. അവർ കൂട്ടത്തോടെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഇനി എവിടെയാണാവോ താമസം. മേലേക്ക് പോയോ എവിടെ പോയാവോ. ഇപ്പോൾ പുകയ്ക്ക് ഒരു തടസ്സമില്ലാണ്ട് പറഞ്ഞണ്ട. മാറോട് പോലപ്പ കണ്ട തടസ്സമെല്ലാം മാറി കഴിഞ്ഞപ്പോൾ പുകക്കുഴലിൻ്റെ തടസ്സം പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഒട്ടും പുക പുറത്തേക്ക് പറഞ്ഞില്ല. ഈ കാണുന്നതെല്ലാം ആവിയാണ്. പുകക്കുഴലിൽ നിന്ന് ആയുധം വെച്ച് കീഴടങ്ങി പോയി ടീമുകളൊക്കെ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ പറ്റിയിരിക്കുക. ഇതൊക്കെ മണ്ണ് ഫില്ല് ചെയ്താണേ. അല്ല ഇതൊക്കെ ഈ അനർട്ടിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ളത്. ഞങ്ങൾ 23 വർഷം മുമ്പ് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇനി ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് നല്ലൊരു അടുപ്പ് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒന്നാമത് അടുപ്പിൻ്റെ ഉപയോഗം തീരെ ഇല്ല സത്യത്തിൽ. മുമ്പ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അരി പൊടിച്ച് പൊടി വറക്കും, അവലോസ് പൊടി വറക്കും, പിന്നെ ചിക്കൻ മീൻ അതൊക്കെ ഇവിടെ വയ്ക്കും. അങ്ങനെ ഇവിടെ നല്ല വെളിച്ചമുണ്ടല്ലോ, എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. ഇപ്പോൾ പിന്നെ മീൻ പരിപാടിയൊക്കെ നിർത്തിയ കാരണം മീനൊന്നും വയ്ക്കാറില്ല. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ നേരത്തെ വെള്ളം ചൂടാക്കാമല്ലോ. സോളാറുണ്ടെങ്കിലും മഴക്കാലത്ത് സോളാറിന് വെള്ളം ചൂടാവില്ലല്ലോ. അല്ല കത്തനണ്ട അടുപ്പ് തന്നെ എനിക്കിഷ്ടം. ചെറുപ്പം മധുരം കിഴങ്ങ് പുഴുങ്ങി. ഇനി പൂച്ചകൾക്കുള്ള ചോറ് വെച്ചിരിക്കണം. അവർക്ക് റേഷൻ അരിയിട്ട് അവർ ചോറൊന്നും അധികം തിന്നില്ല. അപ്പോൾ പിന്നെ ആ റേഷൻ വെള്ളരി ഉണ്ടല്ലോ ഒരു ടേസ്റ്റില്ലാത്തത്, അത് വേവ് പാകത്തിനെടുത്ത് അതിൽ കാറ്റുപൊടി ചേർത്ത് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ അടുപ്പ് കത്തിക്കുന്ന കാരണം എൻ്റെ ഉച്ചയുറക്കൊക്കെ 2 ദിവസമായിട്ട് ഞാൻ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതൊരു ഉപകാരമുള്ള കാര്യമല്ലേ. പിന്നെ വേറൊരു കാര്യം നോക്കിക്കോട്ടോ. ഇവിടെ പറമ്പിലൊക്കെ ദ്രവിച്ച് കിടക്കുന്ന ഇങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, കൊതുമ്പ്, ചൂട്ട്, പട്ട, ആ ദ്രവിച്ച് കിടക്കുന്നതെല്ലാം ഇങ്ങനെ കൊണ്ട് കത്തിച്ച് തീർത്ത് പറമ്പ് വൃത്തിയാവും. അപ്പോൾ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട് കിടന്ന് ദ്രവിച്ച് വെറുതെ മണ്ണായിപ്പോലെ. അപ്പം ശരി, ആര്യ അതിന് പെട്ടെന്ന് വേവും. ഇറക്കട്ടെ.